ചുരുങ്ങിയ ചില നിമിഷങ്ങൾ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പരിചിതമായ ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. താങ്ക് യു. And we know that God causes everything to work together for the good of those who love God and are called according to His purpose. വളരെയധികം ആളുകൾ, വിശ്വാസികളോ അവിശ്വാസികളൊക്കെ കോട്ട് ചെയ്യുന്ന ഒരു വേദഭാവമാണ്. പലരും ഇത് ബൈബിളിലുള്ളൊരു വാക്യമാണെന്ന് അറിയാതെ പറയാറുണ്ട്. എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് പറയും, ഇതെല്ലാം നന്മയ്ക്കായിട്ടാണെന്ന് പറയും. ബൈബിളിലെ വാക്യത്തിൻ്റെ ബേസിലല്ലാതെ പറയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കും. പലപ്പോഴും ഇതൊരു ആശ്വാസത്തിനായിട്ട് പറയുന്ന, ഓടി കിതച്ച് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിനിൽ കയറാൻ നേരത്ത് അതിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്ന എക്സ് എന്നുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ട്രെയിൻ അങ്ങ് പോയി. അപ്പം പറയും, സാരമില്ല, ഇത് നന്മയ്ക്കായിട്ടാണെന്ന് പറയും. അപ്പം ചിലർ ഉദ്ദേശിക്കും, ചിലപ്പോൾ ശരി, ആ ട്രെയിൻ പോയി, ഇനി എന്തെങ്കിലും ആക്സിഡൻ്റൊക്കെ വരുന്നതിന് മുമ്പ് ദൈവം നമ്മളെ വിടും. അങ്ങനെയൊന്നും സംഭവിക്കണമെന്നില്ല. ജോലി നഷ്ടപ്പെടുമ്പോഴും പറയാറുണ്ട്, സാരമില്ല, വിഷമിക്കേണ്ട, എല്ലാം നന്മയ്ക്കായിട്ടാണെന്നൊക്കെ പറയും. എന്നാൽ ഇത് അനവസരത്തിലും പറയുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വളരെ ഗൗരവമായ ഒരു അസുഖം, ഒരു ടെറിബിളായിട്ടുള്ളൊരു സിക്നെസ് ഒരാൾക്ക് വരുമ്പോൾ അവരോട് നമ്മൾ പോയി പറയുന്നത് അനവസരത്തിലാണ്. അവരോട് പറയുന്നത്, സഹോദരി അല്ല സഹോദര, വിഷമിക്കേണ്ട, ഇത് നന്മയ്ക്കായിട്ടാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വാക്യം അവർ ആ സമയത്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട്, നമ്മുടെ കൂട്ടാളിയുടെ വേർപാട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിഷമങ്ങൾ, ഇതൊക്കെ ആ സമയത്ത് നമ്മൾ ഈ വാക്യം കോട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു വിവാഹം നടക്കാനായിട്ടെല്ലാം നിശ്ചയിച്ചു, ഓഡിറ്റോറിയം ഗിരിദീപവും പോയി ബുക്ക് ചെയ്ത് അഡ്വാൻസ് കൊടുത്ത് ഒടുവില്ലാണ്ട് നടക്കാതെ വരുന്നു. അന്നേരവും ചിലർ പറയാറുണ്ട്, വിഷമിക്കേണ്ട, ഇത് നന്മയ്ക്കായിട്ടാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ കോണ്ടെക്സ്റ്റ്, ഈ വാക്യം ഇവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ സന്ദർഭം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സന്ദർഭം മനസ്സിലാക്കാതെ ഒരു ദൈവവചനത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് അത് പലപ്പോഴും തെറ്റിദ്ധാരണയിലേക്കും അല്ലെങ്കിൽ അബദ്ധങ്ങളിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും. നമ്മളത് മനസ്സിലാക്കണം. ഒരു വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ വാക്യത്തിന് ശേഷം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇതുപോലെയുള്ള സിമിലറായിട്ടുള്ള കണക്റ്റിംഗ് ആയിട്ടുള്ള വേഴ്സസ് വേറെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നിശ്ചയമായിട്ടും നന്നായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ വാക്യത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ദൈവമക്കൾ, ദൈവപൈതങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത, അതിൻ്റെ വേദന, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ഏകാന്തത, ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടുത്തലുകൾ, ഇതെല്ലാം വരുവാൻ പോകുന്ന ഒരു ഭാഗ്യവുമായിട്ടുള്ളൊരു കമ്പാരിസനാണ്. നമ്മുടെ ഇപ്പോഴത്തെ ലോക ജീവിതത്തിൽ നമുക്കറിയാം, നമുക്കൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾക്ക് സംഭവിക്കാൻ പോകുന്ന ദൈവിക അനുഗ്രഹം, ദൈവത്തിൻ്റെ മഹത്വം എന്താണ് എന്നാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ 18-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. 18. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മതി. അപ്പോൾ നമ്മളിവിടെ കാണുന്നത്, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അതായത് ഒരു ത്രാശിന് 2 തട്ടുകൾ. നമുക്ക് പഴയ കാലത്ത് ജെൻസിക്കൊന്നും അറിയത്തില്ല. പണ്ട് ത്രാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കടയിൽ പോകുമ്പോൾ ഒരു 2 തട്ടുള്ള ത്രാശാണ്. അതിലൊരു തട്ടിൽ നമ്മുടെ ഇപ്പോഴത്തെ കഷ്ടങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് മറ്റേ തട്ടിൽ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ്സും കൂടെ വെക്കുമ്പോൾ ഈ ഭാരങ്ങളും സങ്കടങ്ങളൊക്കെ അങ്ങ് മേലോട്ട് പൊങ്ങിപ്പോകും. കാര്യം അതൊന്നും വലിയ ഘനമുള്ള കാര്യമല്ല എന്നാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അത്രമാത്രം മഹത്വകരമായ ഒരു പദവിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവിടേക്കുള്ള ഒരു യാത്രയിലാണ് ഒരു ദൈവ പൈതൽ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ തുടർന്നുള്ള വാക്യം വായിച്ചതുപോലെ തന്നെ 3 തരത്തിലുള്ള ഞരക്കങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഗ്രോണിങ്സ്, 3 types of groanings, ഞരക്കം. അതിൻ്റെ 22-ാം വാക്യം ഒന്ന് വായിക്കാമോ?
സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നുവെന്ന് നാം അറിയുന്നുവല്ലോ. സർവ്വ സൃഷ്ടികളും എന്ത് ചെയ്യുന്നു? ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു. ഈറ്റുനോവെന്ന് പറഞ്ഞാൽ ചൈൽഡ് ബർത്ത്, ഒരു കുഞ്ഞുണ്ടാകുമ്പോഴുണ്ടാകുന്ന ഒരു വേദന പോലെ ഭൂമിയിലുള്ള സകല സൃഷ്ടികളും ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണ്. അതെന്താണെന്ന് 19 വാക്യത്തിൽ നമുക്ക് വായിക്കാം. 10:19. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. 20 വാക്യം കൂടെ. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. തുടർന്ന് മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. സർവ്വ സൃഷ്ടികളും ഈറ്റുനോവോടെ ഞരങ്ങിക്കൊണ്ട് ഗ്രോൺ ചെയ്യുകയാണ്. ഓരോ സൃഷ്ടിയും, ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളും എന്തിനാണ് അത് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ചൈൽഡ് ബർത്തിൻ്റെ പെയിനോടുകൂടി, ഒരു കുഞ്ഞുണ്ടാകുന്ന വേദനയോടുകൂടി അവിടെ കാത്തിരിക്കുക എന്ന ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവപുത്രന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂതന്മാരെ കുറിച്ചല്ല, നമ്മൾ ഓരോരുത്തരും യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ഓരോ ദൈവ പൈതലിനും ഒരു വീണ്ടെടുപ്പുണ്ടെന്നുള്ളത് സർവ്വ സൃഷ്ടിക്കും അറിയാം. അവരതിനു വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മാത്രമല്ല, ഈ ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്ന്, അതായത് ഇത് ബോണ്ടേജ് ഓഫ് ഡീക്കെ, ദ്രവത്വത്തിൻ്റെ ദാസ്യത്വം, അതിന് ഈ ദ്രവത്വത്തിന് അടിമകളായി സൃഷ്ടിയാക്കിയിരിക്കുകയാണ്, ആയിത്തീർന്നിരിക്കുകയാണ്. സൃഷ്ടി വല്ലതും ചെയ്തിട്ടാണോ? സൃഷ്ടി വല്ല പാപം ചെയ്തിട്ടുണ്ടാണോ? അല്ല. നമുക്കറിയാം മനുഷ്യൻ്റെ, അതാണ് പറയുന്നത്, മനഃപൂർവ്വമായിട്ടല്ല, മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയാകുന്ന ശാപം ഏറ്റ സകല സൃഷ്ടികളും ഒരു ദാസ്യത്വത്തിൻ്റെ അടിമത്വത്തിൽ, ഒരു ബോണ്ടേജ് ഓഫ് ഡീക്കയിൽ അവരിങ്ങനെ ആയിരിക്കുകയാണ്. എന്നാൽ അവർക്കൊരു മോചനം സംഭവിക്കുമെന്ന് സൃഷ്ടികൾക്കെല്ലാം അറിയാം. അതിനുവേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതാണ് സൃഷ്ടിയുടെ ഞരക്കമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഞരക്കം നമുക്ക് 23 വാക്യം വായിക്കാം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇപ്പം സൃഷ്ടിക്ക് മാത്രമല്ല ഞരക്കമുള്ളത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നമുക്കും ഒരു ഞരക്കമുണ്ട്. ഞരക്കം, ഗ്രോണിങ്. അതെന്തിനാണ്? ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പരിശുദ്ധാത്മാവെന്ന ദാനത്തിനെക്കുറിച്ച് ഫോർട്ടേസ്റ്റ് ഓഫ് ഗ്ലോറി, അല്ലേ, ഫ്യൂച്ചർ ഗ്ലോറി, വരുവാൻ പോകുന്ന ആ മഹത്വത്തിൻ്റെ ദാനമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. വലിയ കേറ്ററിങ്ങിൻ്റെ ഓർഡറൊക്കെ കൊടുക്കുമ്പോൾ ഒരു സാമ്പിൾ ഒന്ന് രുചിച്ച് നോക്കിയിട്ട് ആ ഓർഡർ കൺഫേം ചെയ്യുന്നത് പോലെ ഒരു ദൈവവേദൻ്റെ ജീവിതത്തിൽ വരുവാൻ ഉള്ള ആ സ്വർഗീയ സന്തോഷത്തിൻ്റെ ഒരു ഫോർട്ടേസ്റ്റാണ് പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മുടെ ഉള്ളിൽ ദൈവം നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എഫെസ്യരിൽ പൗലോസ് പറയുന്നത്, നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ സൗഭാഗ്യം, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുള്ള ഒരു ദൈവ പൈതലിന് ഒരു അറിയാം, എനിക്കൊരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു, എനിക്കൊരു വലിയ ഒരു മഹത്വകരമായ പദവിയിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുന്നു. ആ ഒരു സമയത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഒരു ഞരക്കം ഉണ്ടാകുന്നതിനാണ് ഗ്രോണിങ് എന്ന് പറയുന്നത്, ഞരക്കം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഞരക്കം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുട്ടികളുടെയോ മക്കളുടെയൊക്കെ കല്യാണത്തിനായിട്ട് ഏതെങ്കിലും ഓഡിറ്റോറിയമൊക്കെ ബുക്ക് ചെയ്ത് അവിടെ കല്യാണം ഇങ്ങനെ പള്ളിയിലല്ല, കല്യാണം ഇങ്ങനെ ദീർഘമായിട്ട് പോവുകയാണ്. 12:30 അന്നേരവും ഒന്നും തീരുന്ന ലക്ഷണമില്ല. 1 മണി ആയപ്പോഴാണ് തീരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ഇവിടെ പുറയിലാണ് ഈ ബിരിയാണിയൊക്കെ വിളമ്പി വെക്കുന്ന, എൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ അടിക്കുന്നു. ആകപ്പാടൊരു കൺഫ്യൂഷൻ. എന്ന സമയത്താണ് അനൗൺസ് ചെയ്യുന്ന ആൾ പറയുന്നത്, ഇനിയും പെട്ടെന്ന് തീരും, ഒരു 7 പേരുടെ ഫെലിസിറ്റേഷനും കൂടെ കഴിഞ്ഞാൽ, അല്ലേ, നമ്മളൊക്കെ അങ്ങനെ കണ്ടുണ്ട്, 7 പേരുടെ ആശംസ പറഞ്ഞതോടുകൂടി തീരും. അപ്പോൾ നമുക്ക് ഈ 7 പേര് ഓരോ മിനിറ്റ് എടുക്കുന്നതിന് നമുക്ക് 1 മണിക്കൂറായിട്ട് തോന്നും. കാര്യം ഉള്ളിലൊരു ഞരക്കോ, ഇത് എപ്പോഴാണ് ഒന്ന് തീരുന്നതെന്നുള്ളത്, അല്ലേ, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രസംഗം നീണ്ടു പോകുമ്പോഴും ഇത് തന്നെ സംഭവിക്കും. ചിലർ തിരിഞ്ഞ് ക്ലോക്കിലോട്ട് നോക്കും, പാസ്റ്റർക്കൊക്കെ അറിയാം, വാച്ചേ നോക്കും. ചിലരാണ് ഈ ബൈബിൾ ഒന്ന് ശബ്ദത്തിലൊന്ന് അടയ്ക്കും. ഇതെല്ലാം ഈ ഞരക്കത്തിൻ്റെ ഭാഗമാണ്, ഞരക്കത്തിൻ്റെ ഭാഗമാണ്. അപ്പം
നമുക്കറിയാം ഈ ഒരു ഞരക്കം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് ഇവിടെ പറഞ്ഞ കോണ്ടെക്സ്റ്റാണ് കർത്താവിൻ്റെ വരവിനായിട്ടൊരു ഞരക്കം. പഴയ പാട്ടുകളൊക്കെ പാടുന്നത് ഇന്ന് നമ്മളിവിടെ പാടിയ പാട്ട് യേശു മഹോന്നതനെ എന്ന് കാണാമല്ലേ. പണ്ടത്തെ ഭക്തന്മാരുടെ ഉള്ളിൽ ആ ഞരക്കമുണ്ട്. അതുകൊണ്ട് അവരെഴുതുന്ന പാട്ട് ഇപ്പോഴത്തെ ട്യൂണെല്ലാം വേറെ ലെവലല്ല. ഇപ്പോഴത്തെ പാട്ടൊക്കെ കേട്ട് ഇപ്പോഴെങ്ങാണ്ട് ഉടനെ വന്നു പോകുമോ എന്നൊരു പേടിയാണ് മനുഷ്യർക്കുള്ളത്. എൻ്റെ ഒരു സ്നേഹിതൻ, ഞാൻ വിദേശത്ത് ജോലി ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. അദ്ദേഹം വളരെ വലിയ പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. കർത്താവ് വേഗം വരും, ഇവിടെ നാട്ടിൽ നിന്ന് വരുന്ന വിശുദ്ധൻ ദൈവമക്കളൊക്കെ വലിയ പ്രസംഗമൊക്കെ പറയും. അത് കേട്ടപ്പോൾ എന്നോട് പറഞ്ഞു, എന്തായാലും ബ്രദറെ, ഞങ്ങളിവിടെ ഈ ഗൾഫിലുള്ള വർഗീസങ്ങളൊക്കെ കുപ്പൂസാണ് അവിടെ മെയിൻ ഫുഡ്. കുപ്പൂസൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ ആഗ്രഹം നാട്ടിൽ പോയി ഒരു വീടൊക്കെ വെച്ച് ഒരു വർഷമെങ്കിലും അവിടെ താമസിച്ച് ഒരു ഗാർഡനൊക്കെ ശരിയാക്കി എന്നിട്ട് കർത്താവ് വന്നാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം, അല്ലേ. അപ്പോൾ ഈ ഞരക്കം എവിടെ പോയി? ദൈവമക്കളെ, നമ്മളൊന്ന് ചിന്തിക്കുക. ഈ ഞരക്കമില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു, പരിശുദ്ധാത്മാവെന്നുള്ള ആദ്യ ദാനത്തിൻ്റെ ആ മഹത്വത്തെ നമ്മൾ രുചിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിവിടെ വായിക്കുന്നത്, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നമുക്ക് ആ ഞരക്കമില്ലെങ്കിൽ, ഇന്ന് നിർഭാഗ്യവശാൽ അതിനെക്കുറിച്ചൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല. വലിയ വലിയ വിഷയങ്ങളാണ്. ഈ ഭൂമിയിലെ ജീവിതം ഒന്ന് എത്രമാത്രം അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണം, അതെത്രമാത്രം സന്തോഷപ്രദമാക്കണമെന്നാണ് എല്ലാവരുടെയും ചിന്ത. എന്നാൽ ഒരു ദൈവ പൈതൽ, ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവം ഓരോ നിമിഷവും, ഞായറാഴ്ച പാട്ട് പാടുമ്പോൾ മാത്രമല്ല, കർത്താവേ നീ എന്നാ വരുന്നത്, നിൻ്റെ ആ വരവ് എന്നാണ് കർത്താവേ എന്നുള്ള ആഗ്രഹത്തോടെ ഉള്ളിൽ ഞരക്കത്തോടെ ആയിരിക്കുന്നു എന്നാണ് ദൈവം അതിനെ നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമതൊരു ഞരക്കം, അതിൻ്റെ 26-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വേഴ്സ് 26. ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു ഞരക്കം ഇവിടെ ഉണ്ട്. അതെന്തിനാണെന്നറിയാവോ? നമ്മളുടെ ആഗ്രഹം പരിശുദ്ധാത്മാവെന്നറിയാം, നമ്മുടെ മനസ്സിലിരിക്കുന്ന ആഗ്രഹങ്ങൾ. എന്നാൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ്, ദൈവഹിതപ്രകാരം ഉള്ള പ്രാർത്ഥന എന്തെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ദൈവം തമ്പുരാന് അറിയാം. അപ്പോൾ ഇതിന് രണ്ടിനെ മനസ്സിലാക്കുന്ന ആളാണ് ദൈവത്തിൻ്റെ ആത്മാവ്. നമ്മുടെ ഉള്ളിൽ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, വീടിനെക്കുറിച്ച് എല്ലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പരിശുദ്ധാത്മാവിനെ അറിയുമ്പോൾ തന്നെ തമ്പുരാൻ ഇതൊന്നുമല്ല, വേറെ ഒരു പദ്ധതിയാണെന്നുള്ളത് പരിശുദ്ധാത്മാവിനെ അറിയുമ്പോൾ ഒരു ഞരക്കം, അല്ലേ. ഈ ഹൈക്കമാൻഡൊക്കെ ഇപ്പം അനുഭവിക്കുന്ന ഞരക്കം അതുപോലൊക്കെയാണ്. എന്ത് ചെയ്യണമെന്ന് അവരും അറിയാതെ ഇങ്ങനെ ഭാരപ്പെടുക എന്നതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളെക്കുറിച്ചൊരു ഞരക്കമുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? നമ്മളുടെ പദ്ധതി എന്താണ്? അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വലിയ പ്രോസസ്സാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ചിന്താവിഷയമായ വാക്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരും. ഒന്നുകൂടെ വായിക്കാമോ? എന്നാൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ ഈ സൃഷ്ടിയുടെ ഞരക്കം, നമ്മുടെ ഉള്ളിലെ ഞരക്കം, നമുക്ക് സംഭവിക്കാൻ പോകുന്ന ആ മഹത്വകരമായ അനുഭവം, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ തന്നെ ഒരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. എല്ലാവർക്കും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നില്ല. എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വരും. എല്ലാം രണ്ട് കണ്ടീഷൻസാണ് പറയുന്നത്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഹൃദയംഗമായി മറ്റെന്തിനേക്കാൾ ഉപരിയായി നമ്മുടെ രക്ഷിതാവായ കർത്താവിനെ സ്നേഹിക്കുന്നത്. അതാ യേശു കർത്താവ് പറഞ്ഞു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവർ എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ മറ്റെന്തിനേക്കാളും നമ്പർ 1 പ്രയോറിറ്റി നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തോടാണ് എന്നുള്ളവർക്ക് ക്ലെയിം ചെയ്യാൻ, അതാണ് നമ്പർ 1 കണ്ടീഷൻ. നമ്പർ 2 എന്താണ്? ദോസ് ഹു ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ്
തൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചതിന് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ദൈവം ദൈവകൃപയിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. ആ പദ്ധതിക്കായിട്ട് നമ്മുടെ ഇഷ്ടത്തിനല്ല, കർത്താവേ നിൻ്റെ ഹിതത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, നിൻ്റെ പർപ്പസ് എൻ്റെ ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്യണമേ, പൂർത്തീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഉള്ളപ്പോഴാണ് ആ കണ്ടീഷൻ നമ്പർ 2. ഇത് രണ്ടും ഉള്ളവർക്കാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ ഈ നന്മ എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്താണ് നന്മ? അതിന് 29-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ മുന്നേ അറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവം മുൻ നിയമിച്ചിരുന്നത് ഫോർ ദോസ് God foreknew he has predestined to be conformed to the image of his son, that he might be the firstborn among many brothers and sisters. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവം നമ്മളെ പ്രീഡെസ്റ്റൈൻ ചെയ്തിരിക്കുകയാണ്, മുൻ നിയമിച്ചിരിക്കുകയാണ്. പ്രീ നമുക്കറിയാം അതിൻ്റെ അർത്ഥം ബിഫോർ. ഡെസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ, മുന്നമേ ഒരു ഡെസ്റ്റിനേഷൻ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് സ്വർഗമാണെന്നുള്ളത് അല്ല. ഈ വാദഭാവമായി മാറി. എന്താ ഡെസ്റ്റിനേഷൻ? തൻ്റെ പുത്രൻ്റെ സ്വഭാവത്തോട് സ്വരൂപത്തോടും നമ്മളെ അനുരൂപരാക്കുന്നതാണ് ദൈവത്തിൻ്റെ ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് ലഭിക്കുന്ന ആത്യന്തികമായി ലഭിക്കുന്ന അനുഗ്രഹമാണ് നിത്യജീവൻ എന്നുള്ളത്. അപ്പം നമുക്കറിയാം, നമുക്ക് ഈ ദൈവം ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് വേണ്ടി മുന്നമേ നിശ്ചയിച്ചിട്ടുണ്ട്. അവിടേക്കുള്ളൊരു യാത്രയാണ്. പലപ്പോഴും നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കുന്നത്, യാത്ര ബാംഗ്ലൂർ വരെ പോകാനായിട്ട് ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ യാത്ര തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ കൺഫേം ടിക്കറ്റ് എടുത്ത് പോക്കറ്റ് വെക്കും അല്ലേ? അതാണ് പ്രീ, മുന്നമേ നിശ്ചയിക്കുന്നത്. ഡെസ്റ്റിനേഷൻ എന്തുവാ? ബാംഗ്ലൂരിലേക്ക് പോവുക. ട്രെയിൻ പുറപ്പെടുന്ന ദിവസം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. അവിടെ വരുമ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 6 ബാംഗ്ലൂർക്കുള്ള ട്രെയിൻ എന്ന് കാണുമ്പോൾ നമ്മൾ 6-ാം നമ്പറിൽ പ്ലാറ്റ്ഫോമിലേക്ക് പോകും. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നു വന്ദേ ഭാരത്. നല്ല കളറ്, നല്ല ഡിസൈൻ, പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്, ഫുഡും കൊടുക്കുന്നുണ്ട്, നല്ല കംഫർട്ടബിൾ എന്ന് വിചാരിക്കാൻ ബാംഗ്ലൂർ വേണ്ട, ഇതിനകത്ത് തന്നെ എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുമോ? ബോധമുള്ളവരാരും അങ്ങനെ ചിന്തിക്കും. കാര്യം നമ്മളൊരു ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയാണ്. അതുപോലെ തന്നെ നമുക്ക് ആകർഷമായ പല കാര്യങ്ങളും നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. വന്ദേ ഭാരതിൻ്റെ കാര്യം പറഞ്ഞില്ല, അതും കൊള്ളാം ഇതും കൊള്ളാം, അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ഒരു പർപ്പസ് നമ്മുടെ ജീവിതത്തിലുണ്ട്, അൾട്ടിമേറ്റായിട്ടുള്ള പർപ്പസ്. അതാണ് ദൈവത്തിൻ്റെ ഡെസ്റ്റിനേഷൻ. അവിടേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്ന യാത്രയിൽ നമുക്കുണ്ടാകുന്ന വേദനകൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, വേർപാടിൻ്റെ ദുഃഖങ്ങൾ, മറ്റു പലതരത്തിലുള്ള പ്രതിസന്ധികൾ. ഒരു കാര്യം ആദ്യം നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടവും കഷ്ടവും വരുന്നതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദൈവത്തെ ഹൃദയംഗമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ പറഞ്ഞതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ പർപ്പസിനായിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്തവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഒരു ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയാണ്. അതെന്തോ ഡെസ്റ്റിനേഷൻ? തൻ്റെ പുത്രനെ പോലെ നമ്മളെ ഓരോരുത്തരെയും ആക്കി തീർക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി. നമുക്ക് ദൈവം നമ്മളിങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ കഷ്ടതകൾ എന്താണ്, സഫറിങ്സ് എല്ലാം നമ്മളെ സഹിഷ്ണുതയിലേക്ക് നടത്തുന്നു. സഹിഷ്ണുതയിൽ നമുക്ക് അതിന് കുറച്ചുകൂടെ നമ്മുടെ ക്യാരക്ടറായിട്ട് മാറുന്നു. റോമാലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്. 5:3 വായിക്കാം. റോമൻസ് ചാപ്റ്റർ 5:3. അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പെർസീവറൻസ്, കഷ്ടങ്ങളിൽ നമുക്ക് സഹിഷ്ണുത ഉണ്ടാകുന്നു, പെർസീവറൻസ് ഉണ്ടാകുന്നു. അത് നമ്മുടെ ഒരു ക്യാരക്ടറായിട്ട് മാറുന്നു. അതുമെല്ലാം നമ്മൾ കർത്താവായ യേശുവിനെ പോലെ ആക്കി തീർക്കുക എന്നുള്ള ദൈവത്തിൻ്റെ പ്രീ ഡെസ്റ്റൈൻഡ് പ്ലാനിൻ്റെ ഫുൾഫിൽമെൻ്റാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കഷ്ടതയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ദൈവം പറയുന്നത്, അവൻ സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഇംഗ്ലീഷിൽ അതിന് എക്സ്പെക്റ്റേഷൻ ഗ്യാപ്പ് എന്ന് പറയും. നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്ന്, സംഭവിക്കുന്ന മറ്റൊന്ന്. അന്നേരമാണ് നമുക്ക് സംശയം വരുന്നത്. ദൈവത്തെ ഇങ്ങനെയാണല്ലോ പറഞ്ഞേക്കുന്നത്. എക്സ്പെക്റ്റേഷൻ അനുസരിച്ചല്ല, നമ്മുടെ എക്സ്പെക്റ്റേഷൻ സംഭവിക്കാഞ്ഞുകൊണ്ട് ദൈവവചനം നള്ളിഫൈ ആകുന്നില്ല, അത് അസാധുവാകുന്നില്ല. ദൈവവചനം സത്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു. നമ്മുടെ അനുഭവങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടാകാം, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചില്ല എന്ന് വരാം.
പലരും പ്രവാചകന്മാരൊക്കെ എന്ന് പറയുന്നവരടുക്ക് പോയിട്ട് ഓരോ ദൂതുകളൊക്കെ കേട്ടിട്ട് എന്തെല്ലാം കോംപ്ലിക്കേഷൻസാണ് വരുന്നത്. കാര്യം ദൈവവചനത്തിന് വ്യത്യാസമില്ല, മനുഷ്യർ പറയുന്ന വാക്കുകൾക്കൊക്കെ വ്യത്യാസം വരും അല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ വചനം എന്നും നിലനിൽക്കുന്നു, അത് സത്യമായിട്ട് നിലനിൽക്കുന്നു. യഹോവ ജൈറ എന്നൊരു പ്രോമിസുണ്ട്, യഹോവ ഇരേ അല്ലേ, അത് ദൈവത്തിൻ്റെ വചനത്തിലുള്ളൊരു വാഗ്ദത്തം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്, സൗകര്യങ്ങളെല്ലാം ഉണ്ട്, ഫ്രിഡ്ജ് നിറച്ച് സാധനങ്ങളും ഇരിപ്പുണ്ട്, കയ്യിലുള്ള കാശും ഉള്ളപ്പോൾ ഈ വാക്യം പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം. പക്ഷെ എല്ലാം ഇല്ലാതിരിക്കുന്ന സമയത്ത്, കയ്യിലുള്ള കാശില്ല, അടുത്ത നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സന്ദർഭത്തിൽ ദൈവവചനം അസത്യമായി തീരുമോ? ഇല്ല, അത് സത്യമായിട്ട് തന്നെ നിൽക്കുന്നു. ദൈവം ചില സാഹചര്യങ്ങളോട് ദൈവം നമ്മളെ കടത്തിവിടുന്നുവെങ്കിലും കർത്താവിൻ്റെ വചനം അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് തന്നെ സംഭവിക്കണം. നമ്മൾ ശാഠ്യം പിടിക്കുമ്പോഴാണ് നമുക്ക് ഈ ദൈവത്തോട് ഒരു കയ്പും നമുക്ക് ഈ വിശ്വാസത്തിലൊരു കുറവൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രക്ക് മേശയ്ക്ക് അഭേദനകോ എന്ന് പറഞ്ഞ 3 യൂത ബാലന്മാരുടെ സ്റ്റോറി നമുക്കറിയാം. അവരെ രാജാവ് തീച്ചൂളയിടാനായിട്ട് കൽപ്പിച്ചു. രാജാവ് നിർത്തിയ വിഗ്രഹത്തെ നമസ്കരിക്കാത്തവർ, അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെപ്പോഴും ഓർത്തോണം. അവർ പറഞ്ഞെന്തോ, രാജാവേ നീ തീച്ചൂളയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ശരിയാണ്, നിനക്ക് തീച്ചൂള ഞങ്ങൾ ഇടാനും കഴിയും, പക്ഷേ അതിൽ വിടുവിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് തീർന്നില്ല. ഒരു കാര്യത്തോടെ പറഞ്ഞു, എന്ത് പറഞ്ഞു? വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളിത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവം ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ദൈവം വിടുവിക്കുമെന്നാണ്. പക്ഷേ അൾട്ടിമേറ്റ് ഡിസിഷൻ ആരുടെയാ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെയാ. ദൈവമക്കളെ, നമ്മൾ ഈ ഒരു സത്യം എപ്പോഴും മനസ്സിലാക്കണം. കർത്താവാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങളൊന്നും നടക്കണമെന്നില്ല. തമ്പുരാനാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അവിടുത്തെ ഹിതവും ഇഷ്ടവുമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ദൈവത്തിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് ഓരോ അനുഭവങ്ങളിലൂടെ നമ്മളെ അതിലേക്ക് ഒരുക്കുക എന്നുള്ളതാണ്. അതാണ് ദൈവമേ നിൻ്റെ ഹിതമാണെങ്കിൽ അത് സംഭവിക്കട്ടെ, അതല്ല എങ്കിലും എനിക്ക്, അതാണ് പൂർണ്ണമായ സബ്മിഷൻ, ദൈവസന്നിധിയിലുള്ള സമർപ്പണം എന്ന് പറയുന്നത്. ഇബ്രാഹിം 12 അധ്യായം നമുക്കെല്ലാം കാണാതറിയാവുന്ന, മിക്കവാറും പേർക്ക് അറിയാവുന്ന അധ്യായം, വിശ്വാസ വീരന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുത പ്രവർത്തികൾ. അതിനകത്ത് അങ്ങനെ മാത്രം സ്റ്റോറിയാണെന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഒടുവിൽ വരുമ്പോൾ നമ്മൾ എന്താ വായിക്കുന്നത്? ഒത്തിരി സക്സസ് സ്റ്റോറീസ് ഉണ്ട്. പക്ഷേ ഒടുവിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിൻ്റെ എന്താണ് പറയുന്നത്? വേറെ ചിലർ വിശ്വാസത്താൽ ഇവരെല്ലാം നേട്ടങ്ങൾ നേടിയവരാണ്, എന്നാൽ അതിനകത്ത് ചിലരും കൂടെ ഉണ്ട്. പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ച് കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാളുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ച് കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിൽ ഉഴന്നു നടന്നു. ലോകം അവർക്ക് ഇത് രണ്ടും ബാലൻസ് ചെയ്യുന്നതാണ്. സക്സസ് സ്റ്റോറി മാത്രമല്ല, ഒരുപാട് ദൈവഹിതപ്രകാരം, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം പലരെയും വലിയ ശോധനകളിലൂടെ നടത്തിവിട്ട കാര്യങ്ങൾ നമുക്കറിയാം. റോമാലേഖനം 8-28 വാക്യത്തിൽ നമ്മൾ വായിച്ച വേദഭാഗം എഴുതി പൗലോസിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ഞാനെങ്ങനെ മരിച്ചേ? അല്ല കംഫർട്ടബിളായിട്ടിരുന്ന അന്ന് മരിച്ചേ? അല്ല, തൻ്റെ തല അറക്കുകയായിരുന്നു. യോഹന്നാൻ സ്നാപകൻ അതാ സംഭവിച്ചേ. യാക്കോബ് അപ്പോസ്തലൻ അതാ സംഭവിച്ചേ. അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ തങ്ങളുടെ ജീവൻ കർത്താവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കൂ എന്ന് പറഞ്ഞ കാര്യം അപ്പോൾ സത്യമാണോ? അത് സത്യം തന്നെയാണ്. നമ്മുടെ ജീവിത അനുഭവങ്ങളുമായിട്ടല്ല, തമ്പുരാൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് ദൈവമാണ് അത് നിശ്ചയിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നിന്ന് അനേക ദൈവദാസന്മാർ ഇന്ന് തടവറയിലാണ്. സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ടുവന്ന മാത്രം കാരണങ്ങളാൽ കുടുംബവുമായിട്ട് ബന്ധമില്ലാതെ, മക്കളെ കാണാൻ കഴിയാതെ തടവറയിലായിരിക്കുന്നു. അവിടെയും ദൈവവചന സത്യമാണ്. എന്താണ്? തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. പലപ്പോഴും നമ്മളോട് ചോദിച്ചാലും പലരും നമുക്ക് മറുപടി കാണത്തില്ല. പാസ്റ്റർക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. മറുപടി പറയാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്വർഗത്തിലെ ദൈവം. അവിടുന്നാണ് ആ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. ആ ദൈവകരങ്ങളിലാണ് നമ്മളെ തന്നെ സമർപ്പിക്കുന്നത്. ഞാനൊരു പ്രശസ്തമായ ഒരു കഥയുണ്ട്, ആ കഥയും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. എനിക്കൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഒരു പൂർ മാൻ, അവന് കാട്ടിൽ പോയി മരം വെട്ടിക്കൊണ്ടുവന്ന്, പഴയ കാലത്തുള്ള സ്റ്റോറിയാണ്, നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റാണ് അവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അവനൊരു മനോഹരമായ ഒരു കുതിരയുണ്ട്, ഒരു വെള്ളക്കുതിര. ഈ കുതിര ആരും ആഗ്രഹിക്കുന്നൊരു കുതിരയാണ്. ചോദിക്കുന്ന കാശ് കിട്ടും. നാട്ടുകാരൊക്കെ ഇവനോട് വന്നു, വില്ലേജിലുള്ളവർ പറഞ്ഞാൽ, മണ്ടച്ചാര നീ ദിവസവും ഈ കാട്ടിൽ പോയി മരം വെട്ടിക്കൊണ്ട് നിൽക്കുന്ന ഈ കുതിര അങ്ങ് വിറ്റുകൂടെ, ഇതിനെ കുറച്ച് കാശ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു,
ഈ കുതിരയൊന്നും ഞാൻ വിൽക്കുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. ഒരു ദിവസം ഇവൻ കാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ കുതിരയെ കാണുന്നില്ല. പോയ വഴിക്ക് കാട്ടിൽ കുതിരയെ അങ്ങ് നഷ്ടപ്പെട്ടു. തിരിച്ചു വന്നപ്പോൾ നാട്ടുകാരെല്ലാം പറഞ്ഞു, ഇടാ മണ്ടച്ചാര, നിന്നോട് അന്നേ ഞങ്ങൾ പറഞ്ഞാൽ നീ ഒരു മഠയന, നീ ഒരു ശാപമേറ്റവന്, നിന്നോട് അന്നേ ഞങ്ങൾ നല്ല ബുദ്ധി പറഞ്ഞല്ലേ ഈ കുതിരയെ വിറ്റ് കാശുണ്ടാക്കാൻ. അപ്പോൾ കുതിരയും പോയി. ഇതാണ്ട നീ കാരണം അവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ശാപമേറ്റവനുമല്ല, ഞാൻ നിർഭാഗ്യവാനുമല്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു വലിയ സംഭവ പരമ്പരയുടെ ഒരു ചെറിയ എപ്പിസോഡ് മാത്രമാണിത്, ഞാനതങ്ങ് സഹിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഈ കുതിര തിരിച്ചു വരുന്നു. മാത്രമല്ല കൂടെ വേറെ 11 കുതിരകളോടുണ്ട്. കാട്ടിൽ നിന്ന് 11 കുതിര ഈ കുതിരകളോടെ ഫോളോ ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ നാട്ടുകാർ നോക്കി, വീട്ടിൽ 12 കുതിര. അവരെല്ലാം വന്നു. എടാ നീ ആടാ ഭാഗ്യവാൻ, നീ ഉദ്ദേശിച്ച പോലൊന്നുമല്ല, നിൻ്റെ ജീവിതമാണ് ധന്യജീവിതം, നിന്നെയാണ് ഞങ്ങൾക്ക് പാഠം പഠിക്കാനുള്ളതെന്നൊക്കെ അവൻ പറഞ്ഞു. ഞാൻ ഭാഗ്യവാനോ അതൊന്നും ആയിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ സംഭവത്തിൻ്റെ ഒരു ചെറിയ എപ്പിസോഡായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവരെല്ലാം തിരിച്ചു പോയി. ഇദ്ദേഹത്തിന് ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. ഈ മോൻ എന്ത് ചെയ്തു, അവനെ ഇതിലൊരു കുതിരയെല്ലാം കണ്ടപ്പോൾ അവനങ്ങ് എക്സൈറ്റഡായി. ഒരു കുതിരയുടെ മണ്ടയ്ക്ക് കയറി ചാടിപ്പോയി ഉരുണ്ട് താഴെ വീണ അവൻ്റെ നട്ടെല്ല് ഒടിഞ്ഞു വീട്ടിൽ വന്ന് കിടപ്പായി. നാട്ടുകാരെല്ലാം തിരിച്ചു വന്നു. എടാ ഞങ്ങൾ പറഞ്ഞില്ല, നീ ഭാഗ്യഹീനനാ, നീ ശാപമേറ്റവനാ, നിനക്കിത് സംഭവിച്ചത് കണ്ടോ, നിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ കഷ്ടം സഹിക്കാനുണ്ടോ, വല്ല കാര്യമുണ്ടോ, ഞങ്ങൾ ആദ്യം പോലെ എന്നോട് പറയുന്നത്. അന്നേരവും അവൻ പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളെ, ഇതൊന്നും ഒരു നഷ്ടമായിട്ടോ കഷ്ടമായിട്ടോ ഞാൻ കാണുന്നില്ല, എന്തോ ഒരു വലിയ സംഭവത്തിൻ്റെ ഒരു ചെറിയ എപ്പിസോഡ് സംഭവിക്കുന്നത് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അന്നേരം ഇരിക്കുമ്പോഴാണ് ആ രാജ്യത്തൊരു വലിയ യുദ്ധം നടക്കുന്നു. യുദ്ധത്തിന് വേണ്ടിയിട്ട് അവിടെയുള്ള എല്ലാവരെയും കമ്പൽസറി ആയിട്ട് മിലിറ്ററി ചേർക്കാനായിട്ട് ഓരോ വീടുകൾ കയറി ഇറങ്ങി വരികയാണ്. ഈ പാപ്പടിച്ചൻ്റെ വീട്ടിൽ വന്നു. ഇവൻ്റെ നോക്കിയപ്പം കട്ടിലെ ഒരു ചെറുക്കൻ വയ്യാതെ കിടക്കുന്നു. അവനെ കൊണ്ടുപോയിട്ട് യുദ്ധത്തിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ, അവനെ ഇട്ടിച്ചു പോയി. മറ്റ് നാട്ടുകാരുടെ എല്ലാ മക്കളെ യുദ്ധത്തിന് കൊണ്ടുപോയി. അവരെല്ലാവരും തിരിച്ച് ചാടി വീട്ടിൽ വന്നു. എടോ നീയാണ് ഭാഗ്യവാൻ, നിൻ്റെ ജീവിതത്തിലാണ് നന്മ എന്ന് പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു, ഇതൊന്നും ഭാഗ്യമല്ല, ഒരു വലിയ സംഭവത്തിൻ്റെ ചെറിയ എപ്പിസോഡ്. ദൈവമക്കളെ, ഞാൻ ഈ പറഞ്ഞ കഥയുടെ കാര്യം ഒരാളോട് ചോദിച്ചു, കഥയെല്ലാം പറഞ്ഞു. ഒരാളോട് ചോദിച്ചു, എന്തോ നിങ്ങൾ ഇതിൽ നിന്ന് മോറൽ എന്തോന്ന് ചോദിച്ചു. എന്തോ ഇതിൽ പഠിച്ചാൽ എഴുത്തം പറഞ്ഞു, നാട്ടുകാർ പറയുന്ന ഒന്നും കേൾക്കരുത്, അതല്ല ഇതിൻ്റെ മോറൽ. അതിൻ്റെ മോറൽ എന്താ, ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ രണ്ട് കണ്ടീഷനാണ്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവഹിതത്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചവർ, എന്ത് സംഭവിച്ചാലും ഏത് വേദനയിലൂടെ നമ്മൾ കടന്നു പോയാലും ഒരു കാര്യം ഉറപ്പാക്കിക്കൊള്ളുക, ദൈവം അതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്നത് എന്തിനാണ്? തൻ്റെ പുത്രനെ പോലെ നമ്മളെ ഓരോരുത്തരും ആക്കി തീർക്കുന്നതാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്ന എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, എത്ര വേദന മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരിക്കാം, വിശ്വസിക്കുക, ദൈവം അതെല്ലാം നന്മയ്ക്കാക്കി തീർക്കും. ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ തൻ്റെ പുത്രനെ പോലെ നമ്മൾ ഓരോരുത്തരും ആക്കി തീർക്കുക എന്നുള്ളതാണ്. അത് സംഭവിക്കും. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.